ശ്രീ വസന്ത്, ഇപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നുണ്ടാകുന്ന പ്രസ്താവനയാണ് ക്രിസ്ത്യാനികളടക്കം ഭയത്തോടു കൂടിയാണ്, മുസ്ലിങ്ങളോടുള്ള ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന്. മലപ്പുറം പ്രസ്താവന ഓർമ്മയുണ്ടാകും. അതിനെ പിന്നീട് അദ്ദേഹം ന്യായീകരിച്ച് വശം കെട്ട് കിടന്ന് ഉരുണ്ട് ഒക്കെയാണ് ഒന്ന് സമാധാനത്തിലേക്ക് എത്തിച്ചത്. അതായത് ഇന്നിപ്പോൾ വേറെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ഈ നാട്ടിലുള്ള നിയമവ്യവസ്ഥ ഇത് കാണുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. നോക്കൂ മാധു, ഞാൻ ഈ ചർച്ച ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ചർച്ചയിൽ നമ്മുടെ ഒരു സിനിമയിൽ തിലകൻ ചേട്ടനും യശശരീരനായ ശ്രീനിവാസനും കൂടി ഒരു സൈക്കിളിൽ പോകുമ്പോൾ എന്റെ ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ചർച്ചയിലെ CPM BJP പ്രതിനിധികളുടെ ശബ്ദം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുകയാണ്. രണ്ടു കൂട്ടരും പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ ഭരിക്കും, മുസ്ലിം ലീഗിന്റെ പ്രീണനമുണ്ടാകും, അങ്ങനെ ഇവിടെ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന കണക്കിന് രണ്ടു കൂട്ടരും ഒരേപോലെ ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ സംഘ് പരിവാറിന്റെ മൈക്രോഫോണായി CPM പ്രതിനിധി പോലും ഈ ചർച്ചയിൽ മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായും ശ്രീ വെള്ളാപ്പള്ളി നടേശനും അത് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മറ്റൊരു തരത്തിൽ കാണുക? നോക്കൂ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായി വിമർശനം വരുന്നെങ്കിൽ കേരളത്തിൽ അത് ഏറ്റവും തീവ്രമായി ഉന്നയിച്ചാണ് സഖാവ് പിണറായി വിജയനാണ്. ഏറ്റവും രൂക്ഷമായി കേരളത്തിലെ തൊഗാഡിയ എന്ന് വിളിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അഡ്രസ് ചെയ്യുന്നത് സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ എന്നിട്ടാണ് പ്രകാശൻ മാസ്റ്റർ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നു പറയുന്നത് തരാതരം നോക്കി നിലപാട് മാറ്റുന്നവരാണ് കോൺഗ്രസ് എന്ന്. നോക്കൂ, കേരളത്തിലെ തൊഗാഡിയ എന്ന് വിളിച്ച അതേ സഖാവ് പിണറായി വിജയൻ അങ്ങനെയല്ല. അദ്ദേഹം വളരെ ബഹുമാന്യനാണ്, സ്വീകാര്യനാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതെല്ലാം മറന്നേ പോയി, എനിക്ക് അൽസിമേഴ്സ് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് മാറ്റിയത് നമ്മൾ കണ്ടതാണ്. പ്രകാശൻ മാസ്റ്ററെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രകാശൻ മാസ്റ്റർ വെള്ളാപ്പള്ളിയും കോൺഗ്രസിനെയും ഒക്കെ വിട്ടേക്കൂ. അദ്ദേഹം നടത്തിയ മലപ്പുറം സ്റ്റേറ്റ്മെന്റിനോട് CPM-ന്റെ നിലപാട് എന്താണ്? മലപ്പുറത്തിന് ആവശ്യമായ സ്കൂളുകൾ SNDP യോഗത്തിന് കിട്ടുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ നിലപാട് എന്താണ്? രണ്ട്, സഖാവ് AK ബാലൻ UDF അധികാരത്തിൽ വന്നാൽ മാറാതെ ആവർത്തിക്കും എന്ന് പറഞ്ഞതിനോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ തള്ളിക്കളഞ്ഞെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞില്ല. അപ്പൊ എന്താണ് CPIM-ന്റെ നിലപാട്? അങ്ങനെ തുടങ്ങി ഈ സംസ്ഥാനത്ത് അവിടെയും ഇവിടെയും മറ്റോടത്തുമൊക്കെ മുഴങ്ങി കേൾക്കുന്ന ചില വർഗീയ പരാമർശങ്ങളുണ്ടല്ലോ, അതിന്റെ പിൻപറ്റി പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം അടക്കം നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊള്ളുകയാണ് പിണറായി വിജയൻ പോലീസിന്റെ കാലത്ത്. കരോളുകൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുകയാണ്. BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ നേരിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മര്യാദയ്ക്ക് കരോൾ കടിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറയുക. എന്നിട്ട് നോക്കി ചിരിക്കുക പിണറായി വിജയൻ പോലീസ്. എന്നിട്ട് പറയാണ് കേട്ടോ, ഞങ്ങൾ വലിയ മതേതരവാദികളാണ്, ഞങ്ങളുടെ പോലീസ് അങ്ങ് എന്താണ് ഈ സംസ്ഥാനത്തെ സെക്യുലറിസത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന കണക്കിന്. അതായത് നിലപാടില്ലാതെ, നട്ടെല്ലിന്റെ സ്ഥാനത്ത് നിലപാടിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നാളെ വാഴകളെല്ലാം കൂടെ എനിക്കെതിരെ 408 ഡിഫമേഷൻ നോട്ടീസ് കൊടുക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ സർക്കാരിന്റെ നിലപാട്. ഏത്? ഈ സെക്യുലറിസത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഒരു നിലപാടില്ലാത്തവരായി CPIM മാറുന്നുണ്ട്. ആ CPIM-ന് കൊടപിടിക്കുകയാണ് സംഘ് പരിവാർ. ആ CPIM-ന് കൊടപിടിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരേ ശബ്ദമാണ്. അതെങ്ങനെ അങ്ങനെ വരാതിരിക്കുന്നത് എങ്ങനെയാ? കാരണം മുസ്ലിം ലീഗ് ഞങ്ങളുടെ UDF-ലെ കക്ഷിയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി UDF-ലെ കക്ഷികൾക്കെല്ലാം ഒരേ സ്വരമായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ആരുടെയൊക്കെ ശബ്ദമാണ് ഒരുപോലെ നിൽക്കുന്നത്? നിങ്ങളുടെ CPIM-ന്റെ ശബ്ദമാണ് ഒരുപോലെ നിൽക്കുന്നത്. BJP-യുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയാണ് BDJS. ആ BDJS-ന്റെ നേതാവാണ്, അല്ലെങ്കിൽ സ്ഥാപക നേതാവാണ്, അതിന് കൊടി ഉയർത്തി കാണിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത നേതാവാണ് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ ആകെ നിന്ന് കേരളത്തിൽ ഓവർ ടൈം പണിയെടുക്കുകയാണ് CPM-നെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ. നിങ്ങളുടെ കക്ഷി മുന്നണിയിലെ നേതാവിന്റെ അമ്മ ആലപ്പുഴയിൽ, അമ്മയും പിതാവും സഹോദരങ്ങളും കൂടെ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട് കയറുകയാണ്, CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് കയറുകയാണ്. എന്താണ് അവസ്ഥ? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പാലം, ആ ബ്രിഡ്ജ് പണിന്റെ പാലം കൂടെ വെള്ളാപ്പള്ളി നടുക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. 10 സെക്കൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പ്രകാശൻ മാസ്റ്റർ ഇങ്ങനെ ഗീബൽസൺ തന്ത്രം പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്താ? EW എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷന് വേണ്ടി നിലപാടെടുത്തത് CPIM ആണ് ആദ്യം എന്ന്. അത് ഈ തൊഴിലുറപ്പിന്റെ കഥ പറയുന്നത് പോലെ ഇവരുടെ കഥയാണ്. നോക്കൂ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് 1991 നരസിംഹ റാവു ഗവൺമെന്റ് ആണ് ഏറ്റവും ആദ്യം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇടുന്നത്. 2005-2006 സിംഘോ കമ്മീഷനെ വെച്ചുകൊണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷനെ പറ്റി പഠിക്കണമെന്നും EWs ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും പറയുന്നത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാണ് നിങ്ങളുടെ ഈ 4, 3, 7 പേര് കണ്ണൂരിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഡൽഹി പോയി ചേരുന്ന ദേശീയ കമ്മിറ്റി ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയാൽ മതി.